Hello students. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക? ഇത് ആകെ 3 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുക? എന്നെക്കൊണ്ട് സാധിക്കണില്ല, പഠിച്ചിട്ടാണ് തീരുന്നില്ല. 9 പേപ്പറുകളുണ്ട്. ഈ 9 പേപ്പറുകൾ പഠിച്ച് കഴിയാൻ തന്നെ ഒരു വർഷമൊന്നും പോരാ. MSc തന്നെ ഇത് മര്യാദക്ക് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചിട്ടില്ല. നെറ്റ് എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ടും ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് ആവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം പ്രോബ്ലംസ് ചെയ്യുക? എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യുക? വെറും ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 200 മാർക്കിൽ വെറും 80 മാർക്കല്ലേ 100 മാർക്ക് മാത്രമേ JRFന് കട്ട് ഓഫ് വരുന്നുള്ളൂ. എന്നിട്ടും എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് ഞാനും ഒരുപാട് സ്റ്റുഡൻസ്, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ബേസിക്കായിട്ട് CSIR നെറ്റിൻ്റെ ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ട്വിസ്റ്റ്, എന്തെങ്കിലും ഒരു ട്രിക്ക് പാർട്ട് ആവില്ല അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയാൻ മാത്രമാണ് എൻ്റെ സൊല്യൂഷൻ. നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ കൺസെപ്റ്റ്, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, അത് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾക്ക് ആ പ്രോബ്ലം വളരെ ഓക്കെ ആണെന്ന് അർത്ഥം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറാണ് അറിയാൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 9 പേപ്പറുകളാണ് നമുക്കുള്ളത്. ഈ 9 പേപ്പറിൽ ഏതൊക്കെ പേപ്പറാണ് നിങ്ങൾ നന്നായി പഠിച്ചത്? ഈ 9 പേപ്പർ ഒരു സർഫസ് ലെവലിൽ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾക്ക് അറിയുന്ന പേപ്പറുകൾ, കോറായിട്ട് നമുക്ക് അറിയുന്ന പേപ്പറുകൾ ഏതൊക്കെയാണ്? ഒരു 5-6 പേപ്പർ. ഞാൻ സാധാരണ പഠിക്കാറുള്ളത് ഒരു 5 ബേസിക് പേപ്പറും ഒരു അഡ്വാൻസ്ഡ് പേപ്പറാണ് ഞാൻ സാധാരണ പഠിക്കാറുള്ളത്. 6 പേപ്പറാണ് ഞാൻ എല്ലാ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ സാധാരണ പ്രിപ്പയർ ചെയ്ത് പോകാറുള്ളത്. 6 പേപ്പർ മാത്രമാണ്. ബാക്കിയുള്ള 3 പേപ്പർ അവിടെ ഉണ്ട്. ആ 3 പേപ്പർ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറില്ല. കാരണം അത് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ 6 പേപ്പറിൽ വന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും? അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം സാധാരണ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ ആ ഡയറക്റ്റ് ക്വസ്റ്റ്യന് ജാമ് പോലെയല്ല, അതുപോലെ മറ്റുള്ള ഗേറ്റ് എക്സാം പോലെയല്ല, നെറ്റിന് കംപ്ലീറ്റ്ലി പുതിയൊരു ബണ്ടിൽ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുക. സോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യനിലെ ചില ടേംസ് എന്നൊക്കെ കാണുമ്പം, ഇത് ഞാൻ എവിടെയോ പഠിച്ചിരുന്നല്ലോ, ചെങ്ങായി എനിക്കിത് പറഞ്ഞു തന്നീനല്ലോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്തോ ഒരു കമ്പൈൻ സ്റ്റഡിയിലോ ആ കോച്ചിങ് ക്ലാസ്സിൽ ഇങ്ങനെ ലെക്ചറിലോ എവിടെയോ ഒന്നിത് പറഞ്ഞീനല്ലോ, ഇങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഇൻ ബിറ്റ്വീന് നമുക്ക് അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മളൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അറിയാമെന്നുള്ളൊരു മട്ടിലാണ്. സാധാരണ നമുക്ക് അറിയില്ലെങ്കിലും നമ്മളൊരു ഭാവം എന്താണ്, ഇത് ഞാൻ എവിടെയോ കണ്ടാണ്, ഇതിൻ്റെ ഓപ്ഷൻ ഇതായിരിക്കും, ഇത് ഞാൻ കുറേ ചെയ്ത സാധനമാണെന്നുള്ളൊരു ബേസിക് എന്താ പറയുക, ഒരു ഇമേജായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. എന്നിട്ട് നേരെ നമ്മളതിനെ അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യും. സാധാരണ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇങ്ങനെ കുറേ നെഗറ്റീവ് മാർക്ക് വന്നിട്ട് ഹോൾ ടോട്ടൽ ഒരു നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്കോർ കിട്ടുന്നുണ്ടാവുക. കംപ്ലീറ്റ് നിങ്ങളെ അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും നെഗറ്റീവായി പോവുകയാണ് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, 9 പേപ്പറിൽ 5-6 പേപ്പറാണ് നിങ്ങൾ പഠിച്ചതെന്ന് വിചാരിക്കുക. 5-6 പേപ്പർ തറവായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ഈ 5-6 പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് ഇരുന്ന് ചെയ്യുക. ഓക്കെ, അതിന് ടൈം സ്പെൻഡ് ചെയ്തോളൂ, പ്രശ്നമല്ല. കാരണം നിങ്ങളത് സോൾവ് ചെയ്ത് നിങ്ങൾ ആ പേപ്പർ പഠിച്ചതാണ്. ആ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്താൽ അതിനോട് നിങ്ങൾക്കൊരു ബോണസ് മാർക്ക് കിട്ടുമെന്നർത്ഥം. ഓക്കെ, എന്നാൽ പഠിക്കാത്ത പേപ്പർ വെറുതെ അതിന് കെട്ടിമറിഞ്ഞ് ഇങ്ങനെ കുറേ കളിച്ച് സമയം പോവും, നെഗറ്റീവ് മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും MSc സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ MSc പാസ് ഔട്ടായ സ്റ്റുഡൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏത് പേപ്പറിലാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഒരു വേവ് ഫംഗ്ഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കും. ഒരു ലെഗ്രാഞ്ചിനാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആയിരിക്കും. ഇനി ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇലക്ട്രോണിക്സ് ആയിരിക്കും. ഇങ്ങനെ ഓൾ ടോട്ടൽ നിങ്ങൾക്ക് ഓരോ പേപ്പർ, ഓരോ ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഏത് പേപ്പർ എന്നാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുണ്ടാവും. ഈ പേപ്പറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച പേപ്പറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ചല്ലെങ്കിലോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഒരു പേപ്പർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ പേപ്പറിൽ ഏതെങ്കിലുമൊക്കെ പോർഷൻ അവിടെയും ഇവിടെ പഠിച്ചാൽ പോരാ. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എല്ലാ പ്രാവശ്യവും ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിനും ചോദിക്കാറുണ്ട്.
അതുപോലെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനും പോയിസൺ ബ്രാക്കറ്റും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റിലേറ്റിവിറ്റി ചോദിക്കാറുണ്ട്. ഈ 3 ടോപ്പിക്ക് മാത്രം പഠിച്ച് പോയാൽ മതിയോ? പോരാ. കാരണം ഒരു വർഷം റിജിഡ് ബോഡിയിൽ നിന്ന് സ്മോൾ ഓസിലേഷനും ചോദിച്ചാൽ എന്ത് ചെയ്തു, നമ്മൾ ആ പേപ്പർ എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് അവിടെ ഫ്ലോപ്പ് ആവാണ്. സോ ഒരു പേപ്പർ കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. എന്തായാലും CSIR ഈ 9 പേപ്പറിന് ഓരോന്നിനും ഓരോരോ കട്ട് ഓഫ് ഉണ്ട്. ഈ ഓരോ കട്ട് ഓഫിലും അവർ മിനിമം മാർക്കിൽ എന്തായാലും ചോദിക്കും. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 to 25 മാർക്ക് എന്തായാലും എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എന്തായി, അത് നിങ്ങൾക്ക് ആ മാർക്ക് ഷുവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ആ പേപ്പർ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആ പേപ്പർ ഒറ്റയടിക്ക് കംപ്ലീറ്റ് സ്ട്രെച്ചിൽ പഠിക്കാതെ ആ പേപ്പറിനെ അഗെയിൻ സബ് ടോപ്പിക്കാക്കി മാറ്റുക. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലഗ്രാഞ്ചിൻ്റെ ഒരു ടോപ്പിക്കാണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ കൈനമാറ്റിക്സ് ഒരു ടോപ്പിക്കാണ്, ഹാമിൽട്ടോണിയൻ ഒരു ടോപ്പിക്കാണ്, പോയിസൺ ബ്രാക്കറ്റ് ഒരു ടോപ്പിക്കാണ്, അതുപോലെ റിലേറ്റിവിറ്റി ഒരു ടോപ്പിക്കാണ്, കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ടോപ്പിക്കാണ്, റിജിഡ് ബോഡി ഒരു ടോപ്പിക്കാണ്, സെൻട്രൽ ഫോഴ്സ് ഒരു ടോപ്പിക്കാണ്, സ്മോൾ ഓസിലേഷൻ ഒരു ടോപ്പിക്കാണ്. ഇങ്ങനെ ഒരു 9-10 ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെയും 9-10 സബ് ടോപ്പിക്കുകളായിട്ട് എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓരോ സബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ പിക്ക് ചെയ്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആ സബ്ജക്റ്റിന് ഹോൾ ടോട്ടലായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം മിനിമം വെയിറ്റേജ് ആ സബ്ജക്റ്റിൽ ആ പേപ്പറിൽ എന്തായാലും ചോദിക്കും. അത് നമ്മൾ ക്രാക്ക് ചെയ്യാനുള്ള അവസരമാണ് നോക്കേണ്ടത്. ഒന്നാമത് പറഞ്ഞ ടിപ്പ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് വേണം. അതുപോലെ ആ ക്വസ്റ്റ്യന് നമുക്ക് അറിയോ അറിയില്ല എന്നുള്ളൊരു അനാലിസിസ് പെട്ടെന്ന് തന്നെ വിത്തിൻ 5 to 10 സെക്കൻഡിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ബ്രെയിനിൽ അനലൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, നിങ്ങൾക്ക് പ്യുവറായിട്ട് അറിയുന്ന കൺസെപ്റ്റ് ആണോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ പഠിച്ച പേപ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഒരു 9 പേപ്പർ എന്നുള്ളത് മാറിയിട്ട് ഒരു 5 ബേസിക് പേപ്പർ, ഒരു അഡ്വാൻസ്ഡ് പേപ്പർ എന്നുള്ള ഒരു 6 പേപ്പറിലേക്ക് ചുരുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് 6 പേപ്പർ സർഫസ് ലെവലിൽ നിങ്ങൾ സ്വിം ചെയ്യുന്നതിന് പകരം ഡീപ്പ് ലെവലിൽ നിങ്ങൾ സ്വിം ചെയ്യാൻ നോക്കുക. സോ ആ ഡീപ്പ് ലെവലിൽ 6 പേപ്പർ നിങ്ങൾ തറായിട്ട് പഠിക്കുമ്പോൾ ആ 6 പേപ്പറിൻ്റെ മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് JRF ഷുവറായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നെറ്റിൻ്റെ ഏറ്റവും ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഒട്ടുമിക്ക കുട്ടികളും ചെയ്യണത് എന്താ വെച്ചാൽ എല്ലാ പേപ്പറും അവിടെ ഇവിടേക്ക് ഒന്ന് നോക്കും, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കും. എക്സാമിനൊരു കുറച്ച് മാർക്ക്, കുറച്ച് സ്കോർ കുട്ടി പഠിച്ച ഏരിയ എന്നുള്ള സ്കോർ ചെയ്യും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് വരും. അങ്ങനെ ഹോൾ ടോട്ടൽ ഒരു 30 to 50 മാർക്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. സോ അങ്ങനെ നിങ്ങൾ ഇനി വരുത്തരുത്. നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് പേപ്പറാണോ അറിയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാനുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നുള്ള പേപ്പർ എനിക്ക് ഭയങ്കര ടഫാണ്. ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു, എന്നാലും പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതിൽ ഞാൻ അതിൽ കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ഞാൻ നെറ്റിന് പോകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഒരിക്കലും പഠിക്കാറില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു തിയറി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ നേരെ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോകും. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നിങ്ങളുടെ വിൻഡോയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ടാബ് എന്തിനുള്ളതാണ്? പെട്ടെന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ളതാണ്. സോ അത് മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ടൈം മാക്സിമം ഗെയിൻ ചെയ്തിട്ട് ആ ടൈം കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നെറ്റും JRF ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഫിസിക്കൽ സയൻസിൻ്റെ നെറ്റ് JRF അടുത്ത എക്സാമുകളിൽ നിങ്ങൾ ഈ ഓരോ അറ്റംപ്റ്റുകളും ഈ ഓരോ സ്ട്രാറ്റജികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുകളിൽ ലെക്ചറുകളിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.